ഹലോ ഗായ്സ്, നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത് വിസിറ്റിംഗ് കാർഡാണ്. അപ്പോൾ നമ്മളിന്ന് വിസിറ്റിംഗ് കാർഡ് സെറ്റ് ചെയ്യാൻ പോകുന്നത് 92x52 എന്നൊരു സൈസിലോട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വിസിറ്റിംഗ് കാർഡിൻ്റെ ഫയൽ വന്നേക്കുന്നത്. വിസിറ്റിംഗ് കാർഡ് 300 GSM സിംഗിൾ സൈഡ് 500 പീസ് വിത്ത് കട്ടിങ്. അപ്പോൾ ഈ ഫയൽ നമുക്കൊന്ന് കോറൽ ഡ്രോയിലോട്ട് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ വിത്ത് കോറൽ ഡ്രോ. ഓക്കെ കൊടുക്കുക. നമ്മൾ മെയിനായിട്ട് നമ്മൾ ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ക്വസ്റ്റ്യനാണ്, നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. നമുക്കിനി നമ്മൾ ടെംപ്ലേറ്റ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യണം, കോറൽ ഡ്രോയിലോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡ്രൈവിൽ നിന്ന് 92x52. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ ഡ്രൈവിൽ നിന്ന് നമ്മുടെ ട്രെയിനിങ് ഫയലും കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്ത് നമ്മളൊരു ഫയലാക്കി സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും അതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ ഇതേപോലെ കുറച്ച് കാര്യങ്ങൾ വരും ഓപ്പണായി വരുമ്പോൾ. അപ്പോൾ അതൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇത് വേറൊരു പേജിലായിരിക്കും ടെംപ്ലേറ്റ് ഓപ്പണായി വരിക. നമ്മുടെ ഫയൽ വേറൊരു പേജും ടെംപ്ലേറ്റ് വേറൊരു പേജും. ഇനി നമുക്കിതിൻ്റെ വ്യൂ ഒന്ന് മാറ്റി വയർ ഫ്രെയിമിലോട്ട് ഇടണം. വ്യൂവിൽ പോയി വയർ ഫ്രെയിം ഇട്ടാൽ ഇതേപോലെ വരും. ഇനി ഇതൊന്ന് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് അൺഗ്രൂപ്പ് ചെയ്യണം. Ctrl+U അതാണ് അൺഗ്രൂപ്പ് ചെയ്യാനുള്ളത്, ഷോർട്ട് കീ ആണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഒരു കോപ്പി എടുക്കണം. കോപ്പി എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ കോപ്പിയിലാണ് നമ്മൾ നമ്മുടെ ഡിസൈൻ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ബ്ലീഡ് ഇട്ട് സെറ്റ് ചെയ്യുക എന്നാണ് പറയുക. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്താ പ്ലസ് ബട്ടൺ ഞെക്കി ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് പുറത്തോട്ട് ഇട്ടാൽ അതാ ഇതുപോലെ നമുക്ക് കിട്ടും. ഓക്കെ, നമുക്കിത് ഇതിൻ്റെ ഇത് ഹൈഡ് ചെയ്ത് വെച്ചേക്കാം. നമുക്കിത് പെർമനൻ്റ് ആക്കാൻ വേണ്ടി റൈറ്റ് സൈഡിൽ കാണുന്ന ബ്ലാക്ക് കളറില്ലേ, അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ എന്താ ഇതുപോലെ അത് പിന്നെ പെർമനൻ്റ്. അതിനുശേഷം നമുക്ക് പിന്നെ വ്യൂവിൽ പോയിട്ട് നോർമലിലോട്ട് ഇട്ടാലും കുഴപ്പമില്ല. നമ്മളിനി ഈ കാർഡ് ഈ ഡിസൈൻ നമ്മൾ ടെംപ്ലേറ്റ് കിടക്കുന്നിടത്തോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പോകണം. കോപ്പി പേസ്റ്റ്. ഓക്കെ, ഇനിയാണ് നമ്മൾ നമ്മുടെ ഡിസൈൻ നമ്മളെ ടെംപ്ലേറ്റിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത്. അതിനായി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ഡിസൈൻ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ടെംപ്ലേറ്റ് ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് സെലക്ട് ചെയ്ത് CE പ്രസ് ചെയ്താൽ ഇതുപോലെ നമ്മുടെ ടെംപ്ലേറ്റിൽ കറക്റ്റായി നമ്മുടെ ഡിസൈൻ സെറ്റായി വരും. പിന്നെ ഈ കാണുന്ന വൈറ്റില്ലേ, അതാണ് നമ്മുടെ ബ്ലീഡ്. അതൊരു 5mm ബ്ലീഡ് വരുന്നുണ്ട്. അപ്പോൾ ആ ബ്ലീഡ് വരുന്ന ഒരു ഭാഗം വൈറ്റ് ആയിട്ടാണ് കിടക്കുക. അത് നമുക്കൊന്ന് കളർ പിക്കിംഗ് ടൂൾ ഉപയോഗിച്ച് ഇതേപോലെ കളർ പിക്ക് ചെയ്ത് സെറ്റ് ചെയ്യാം. ഇനിയാണ് നമ്മുടെ മെയിൻ തിങ്സ് വരുന്നത്. നമുക്കിതിൻ്റെ അപ്സ് ഇടണം. നമ്മൾ അപ്സ് ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ ടൂൾ ഉപയോഗിച്ചാണ് നമ്മൾ അപ്സ് ഇടാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതൊന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ സെൻറ്ററിൽ ഞെക്കിയതിന് ശേഷം റൈറ്റ് സൈഡിലോട്ട് കാണുന്ന ഡോട്ടിൽ ഞെക്കിയതിന് ശേഷം 1 ആയി 3 പ്രാവശ്യം സെലക്ട് ചെയ്യുക. അതുപോലെ ഇതുപോലെ വരും. 3 എണ്ണമാണ് നമുക്ക് 90x30 സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ സെലക്ട് ചെയ്യാം. ഇനി ഇത് ഫുൾ സെലക്ട് ചെയ്തതിന് ശേഷം താഴോട്ട് ഉള്ള ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം 7 നമ്പർ കൊടുത്താൽ അപ്ലൈ ചെയ്താൽ ഇതുപോലെ 7 നമ്പേഴ്സ്. ഇനി നമുക്കിത് എന്ത് ചെയ്യണം, നമ്മൾ ടെംപ്ലേറ്റിലോട്ട് ഫിറ്റ് ചെയ്യണം, അതായത് സെൻറ്റർ ചെയ്യണം. സെൻറ്റർ ചെയ്യാൻ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് അത് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്തതിന് ശേഷം Ctrl+G ഞെക്കിയതിന് ശേഷം ജസ്റ്റ് P ഞെക്കി ചെയ്താൽ ഇതുപോലെ നമ്മളെ ടെംപ്ലേറ്റിലോട്ട് നമ്മുടെ ഫയൽ സെറ്റായി വരും. സെൻറ്റർ ആയിരിക്കും, ഒന്നും നോക്കാനില്ല, പക്കയായിരിക്കും. പക്ഷെ നമ്മളെന്നാലും ഒന്ന് ചെക്ക് ചെയ്യുക, നമ്മൾ സെറ്റ് ചെയ്യുന്നത് കറക്റ്റാണോ, നമ്മൾ ടെംപ്ലേറ്റ് മാറിയിട്ടുണ്ടോ അല്ലെ. സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ Ctrl+E പ്രസ് ചെയ്ത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം, PDF ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ സേവും ചെയ്തു. അപ്പോൾ നമ്മൾ പ്രിൻ്റൊക്കെ വിട്ട് അടിപൊളിയാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സെറ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.